ഹലോ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ അമൃത് ലാൽ വേഗഡ് രചിച്ച തീരെ തീരെ നർമ്മദ എന്ന പുസ്തകത്തിലെ റൈൻ ബസേരെ മേം എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നർമ്മദ നദീതീരങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ ദീർഘമായ പദയാത്രകളുടെ അനുഭവക്കുറിപ്പാണിത്. ഈ പാഠഭാഗത്തിലെ ഓരോ വരികളും അവയുടെ അർത്ഥവും നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്. പാഠത്തിന്റെ തലക്കെട്ട് റൈൻ ബസേരെ മേ എന്നതിൽ റൈൻ എന്നാൽ രാത്രിയെന്നും ബസേര എന്നാൽ താമസം അല്ലെങ്കിൽ അഭയകേന്ദ്രം എന്നുമാണ് അർത്ഥം. അതായത് രാത്രികാല താവളത്തിൽ എന്ന് നമുക്ക് കൂട്ടി വായിക്കാം. തൊട്ടു താഴെയായി യാത്രാവൃത്ത് എന്നെഴുതിയത് കണ്ടല്ലോ, അതായത് യാത്രാവിവരണം എന്നാണിതിനർത്ഥം. ബോക്സിലുള്ളത് വായിക്കാം. തീരെ തീരെ നർമ്മദ അമൃതലാൽ വേഗഡ് കി നർമ്മദ പദയാത്രാവും ക വൃത്താന്ത് ഹെ. തീരെ തീരെ നർമ്മദ എന്നത് അമൃതലാൽ വേഗഡ് നടത്തിയ നർമ്മദ പദയാത്രകളുടെ വിവരണമാണ്. പ്രഥം പദയാത്ര ഉൻഹോനെ അപ്നെ 50 साल की आयु में 1977 में की और अंतिम 2009 में. അദ്ദേഹം തന്റെ ആദ്യ പദയാത്ര 50-ാം വയസ്സിൽ 1977-ലും അവസാന യാത്ര 2009-ലുമാണ് നടത്തിയത്. इन 37 वर्षों के दौरान की गई करीब 4000 किलोमीटर पदयात्राओं का वृत्तांत है തീരെ തീരെ നർമ്മദ. ഈ 33 വർഷങ്ങൾക്കിടയിൽ നടത്തിയ ഏകദേശം 4000 കിലോമീറ്റർ പദയാത്രകളുടെ വിവരണമാണ് തീരെ തീരെ നർമ്മദ എന്ന പുസ്തകം. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं. അതിന്റെ ഭാഗമായി തന്റെ സഹായിയായ ഛോട്ടുവിനോടൊപ്പം 1997 ഒക്ടോബർ 11 നടത്തിയ പദയാത്രയുടെ അനുഭവങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. രാത്രിയിൽ കുറച്ചു സമയത്തേക്ക് ഞാൻ പുറത്തേക്കിറങ്ങി ആകാശത്തിന് താഴെയിരുന്നു. താരെ ഐസേ ലഗ് രഹേ ഥേ മാനോ കിസിനെ ആകാശ് മേ സഫേദ് തിൽ ബിഖേർ ദിയേ ഹോം. ആകാശത്ത് ആരോ വെള്ള എള്ള് വിതറിയിട്ടതുപോലെയാണ് നക്ഷത്രങ്ങൾ കാണപ്പെട്ടത്. ചാന്ദ് നഹീ ഥാ, ഇസീലിയേ താരെ ഖുൽക്കർ സാമ്നെ ആ ഗയേ ഥേ. ചന്ദ്രൻ ഇല്ലാതിരുന്നതുകൊണ്ട് നക്ഷത്രങ്ങൾ കൂടുതൽ വ്യക്തമായി തെളിഞ്ഞു കാണാമായിരുന്നു. സൂരജ് ചൽത്താ ഹെ അക്കേല, താരെ ചൽത്തേ ഹെ ജമാത് മേ. സൂര്യൻ തനിച്ചാണ് സഞ്ചരിക്കുന്നത്, എന്നാൽ നക്ഷത്രങ്ങൾ കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. അമാവസ് കി രാത് കോ താരോം കാ ഭണ്ഡാര ഭർത്താ ഹെ. കറുത്ത വാവ്, അമാവാസി, രാത്രിയിൽ നക്ഷത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ദൃശ്യമാകാറുണ്ട്. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്സ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. പകൽ സമയത്തെ ആകാശം ഹൗസ് ഓഫ് ലോർഡ്സ്, പ്രഭുക്കന്മാരുടെ സഭ പോലെയാണ്. രാത്രിയിലെ ആകാശം ഹൗസ് ഓഫ് കോമൺസ്, സാധാരണക്കാരുടെ സഭ പോലെയും. സുബഹ് ആകെ ബഢേ, പഗ്ഡണ്ഡി ഏകായേക് ഖതർനാക് ഹോ ഗയി. രാവിലെ മുന്നോട്ട് നീങ്ങി, നടപ്പാത പെട്ടെന്ന് അപകടകരമായി മാറി. സരാ ചൂക്കി ഓർ സീധേ പാനി മേ. ഒരൽപ്പം തെറ്റിയാൽ നേരെ വെള്ളത്തിലേക്ക് വീഴും. പത്ലി ഹോത്തേ ഹോത്തേ വഹ് ലുപ്ത് ഹോ ഗയി. ആ പാത മെലിഞ്ഞ് മെലിഞ്ഞ് ഇല്ലാതായി, അപ്രത്യക്ഷമായി. ഖടി ചഢായി ചഡ്കർ മുഷ്കിൽ സെ ഊപ്പറായി. കുത്തനെയുള്ള കയറ്റം കയറി വളരെ പ്രയാസപ്പെട്ട് മുകളിലെത്തി. ലേക്കിൻ ഊപ്പർ നാ ഗഡ്വാട്ട് ഥി നാ പഗ്ഡണ്ഡി और बादल थे कि हमें लगातार धमका रहे थे. പക്ഷേ മുകളിൽ പാതയോ നടപ്പാതയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മേഘങ്ങളാണെങ്കിൽ ഞങ്ങളെ തുടർച്ചയായി പേടിപ്പിച്ചുകൊണ്ടിരുന്നു. വി സിമട്കർ ഘനെ കാലേ മേഘോമേ പരിവർത്തിത് ഹോ രഹേ ഥി. അവ മേഘങ്ങൾ ഒത്തുചേർന്ന് കറുത്തിരുണ്ട മേഘങ്ങളായി മാറുകയായിരുന്നു. കഭീ ഭീ ബരസ് സക്തേ ഥേ. ഏതു നിമിഷവും മഴ പെയ്യാമായിരുന്നു. കഹി ഏക് ആദ്മി തക് നസർ നഹീ ആ രഹാ ഥാ. ഒരിടത്തും ഒരാളെപ്പോലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കിസി തര പഥോഡ പഹുഞ്ചെ. എങ്ങനെയൊക്കെയോ പഥോഡ എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. रोज की अपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा.
സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പകുതി ദൂരമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും മഴയെ പേടിച്ച് ഈ ഗ്രാമത്തിൽ തന്നെ തങ്ങേണ്ടി വന്നു. കുച്ച് ലോഗോനെ മിൽക്കർ ഗാവ് മേ ഏക് മന്ദിർ ബൻവായാ ഹെ. കുറച്ച് ആളുകൾ ചേർന്ന് ഗ്രാമത്തിലൊരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അഭി മൂർത്തി കി സ്ഥാപന നഹീ ഹുയി ഹെ. ഇപ്പോൾ അവിടെ വിഗ്രഹം സ്ഥാപിച്ചിട്ടില്ല. മന്ദിർ കെ ബരാംദേ മേ ലോഹേ കാ ജാലിവാലാ ദർവാസ ഹെ. ക്ഷേത്രത്തിന്റെ വരാന്തയിൽ ഇരുമ്പ് വലയോടുകൂടിയ ഒരു വാതിലുണ്ട്. मंदिर की देखरेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. ക്ഷേത്രം നോക്കി നടത്തുന്ന ഗ്രാമവാസി അത് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. ആജ് യഹി ബരാംദ ഹമാര റേൻ ബസീര ഹെ. ഇന്ന് ഈ വരാന്തയാണ് ഞങ്ങളുടെ രാത്രികാല താവളം. പാനി ലാനെ കെ ലിയെ ബാൾട്ടി ദി. വെള്ളം കൊണ്ടുവരാൻ അദ്ദേഹം ഒരു ബക്കറ്റ് തന്നു. ഫർഷ് പർ ബിഛാനെ കെ ലിയെ ഏക് ബഹുത് ബഡി ദരി ദി और सदाव्रत के लिए भी पूछा, लेकिन वहाँ हमारे पास पर्याप्त था. തറയിൽ വിരിക്കാൻ വലിയൊരു പായ തന്നു. കൂടാതെ ഭക്ഷണത്തെക്കുറിച്ചും ചോദിച്ചു. പക്ഷേ അത് ഞങ്ങളുടെ പക്കൽ ആവശ്യത്തിനുണ്ടായിരുന്നു. ഛോട്ടു ബാഹർ ഖാന ബനാ രഹാ ഥാ. ഛോട്ടു പുറത്ത് ഭക്ഷണമുണ്ടാക്കുകയായിരുന്നു. ദാൽ തോ ബൻ ഗയി ഥി, പർ വഹ് ഗാക്കഡ് ബനാ രഹാ ഥാ കി പാനി ആ ഗയാ. പരിപ്പുകറി തയ്യാറായിരുന്നു. അവൻ ഗാക്കഡ്, ഒരുതരം റൊട്ടി ഉണ്ടാക്കുമ്പോഴേക്കും മഴ വന്നു. प्रायः सभी खेतों में या तो सोयाबीन कट रहा है या कटे हुए सोयाबीन के ढेर लगे हैं. മിക്കവാറും എല്ലാ പാടങ്ങളിലും സോയാബീൻ കൊയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൊയ്ത സോയാബീൻ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇസ് പാനി സെ കിസാനോं को भारी नुकसान हो रहा है. ഈ മഴ കാരണം കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. കിസി തരഹ ഛോട്ടൂനെ ഗാക്കഡ് ബനാ ലിയെ. എങ്ങനെയൊക്കെയോ ഛോട്ടു ഗാക്കഡുണ്ടാക്കിയെടുത്തു. ഖാനാ ഖാക്കർ തോടാ ആരാം കർക്കെ ജബ് സോനെ ലഗെ തബ് തക് പാനി ബന്ദ് ഹോ ചുകാ ഥാ. ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിച്ച് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും മഴ നിന്നിരുന്നു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ. പുറത്ത് ഒരു ഇലക്ട്രിക് ബൾബ് കത്തുന്നുണ്ടായിരുന്നു. രാത് കോ ജബ് മേ ഉഠാ തോ മേരെ പേരോं के पास की खाली दरी पर एक आदमी घुड़ी मुड़ी पड़ा था. രാത്രി ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ കാലുകൾക്കടുത്തുള്ള ഒഴിവുള്ള പായയിൽ ഒരാൾ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ഭി ഓഢാ നഹി ഥാ. അയാൾ ഒന്നും തന്നെ പുതച്ചിട്ടുണ്ടായിരുന്നില്ല. ലേട്ടെ ലേട്ടെ ബഡ്ബഡാ രഹാ ഥാ, മാനോ കഹാനി സുനാ രഹാ ഹോ. കിടന്നുകൊണ്ടയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഒരു കഥ പറയുന്നതുപോലെ തോന്നി. ഫിർ ഏകായേക് സോറോം സെ ഹസ്നേ ലഗ്താ. പിന്നെ പെട്ടെന്ന് അയാൾ ഉറക്കി ചിരിക്കാൻ തുടങ്ങും. ബീച്ച് ബീച്ച് മേം രാമായൺ കി ചോപ്പായി ബോൽത്ത. ഇടയ്ക്കിടെ രാമായണത്തിലെ വരികൾ ചൊല്ലിക്കൊണ്ടിരുന്നു. ഷായദ് പാഗൽ ഥ. മേ ചുപ്ചാപ് സോ ഗയാ. മിക്കവാറും അയാൾക്ക് ഭ്രാന്തായിരിക്കാം. ഞാൻ മിണ്ടാതെ ഉറങ്ങി. തോടി ദേർ കെ ബാദ് വോ ഉട്ട്കർ ബാഹർ ചലാ ഗയാ, ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയാ. കുറച്ചു കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് പുറത്തുപോയി. എന്നാൽ വേഗം തന്നെ തിരിച്ചുവന്നു. ദർവാസെ പർ ഖടാ ഹോക്കർ ഗുർറായ, കോൺ ഹോ തും ലോഗ്, യഹാ കേസെ ഘുസായേ ഹോ. വാതിൽക്കൽ നിന്നുകൊണ്ട് അയാൾ അലറി, ആരാണ് നിങ്ങൾ, എങ്ങനെ ഇവിടെ അതിക്രമിച്ചു കയറി. നിരീക് സെ ദിഖ്നെ വാലെ ഇസ് ആദ്മിനെ ഏകായേക് വിക്രാൽ രൂപ് ധാരൺ കർ ലിയ. അബ് വോ ബേഹദ് ഗുസ്സെ മേ ഥാ. പാവമെന്ന് തോന്നിച്ച ആ മനുഷ്യൻ പെട്ടെന്ന് ഭയാനകമായ രൂപം ധരിച്ചു. ഇപ്പോൾ അയാൾ കടുത്ത ദേഷ്യത്തിലായിരുന്നു. ഹംനെ കോയി ജവാബ് നഹി ദിയ. വോ ജോർ സെ ചീഖ. ഹം ലോഗ് ഉഠ് ബൈഠേ. ഞങ്ങൾ മറുപടിയൊന്നും നൽകിയില്ല. അയാൾ ഉറക്കെ അലറി. ഞങ്ങൾ എഴുന്നേറ്റിരുന്നു. മൈം ने कहा, जिन्होंने यह मंदिर बनवाया है उन्होंने हमें यहाँ ठहराया है. देखिए, ये दरी और ये बाल्टी भी उन्होंने ही दी है. ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രം പണികഴിപ്പിച്ചവരാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. നോക്കൂ, ഈ പായയും ബക്കറ്റും അവരാണ് തന്നത്. लेकिन वह पागल जो था ऊल जलूल बकने लगा. अपने आप को CID इंस्पेक्टर बताने लगा. പക്ഷേ അയാൾ ഭ്രാന്തനായിരുന്നതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. സ്വയം ഒരു CID ഇൻസ്പെക്ടറാണെന്ന് അവകാശപ്പെട്ടു. ക്യാ സമജ്തേ ഹോ, മേ സാദേ വേഷ് മേ രഹ്കർ ചോരോं का पता लगाता हूं. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ സാധാരണ വേഷത്തിൽ നടന്ന് കള്ളന്മാരെ പിടികൂടുന്നവനാണ്.
उसके सवाल बेसिर पैर के थे. जवाब ना देते तो चाबुक से मारने की धमकी देता. അയാളുടെ ചോദ്യങ്ങൾക്ക് ഒരു അർത്ഥവുമില്ലായിരുന്നു. മറുപടി നൽകിയില്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇസിലിയെ മേ കോയി ന കോയി ജവാബ് ദേത്താ രഹാ. വഹ് ലഗാതാർ ചീഖ്താ ചില്ലാത്താ രഹാ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മറുപടി നൽകിക്കൊണ്ടിരുന്നു. അയാൾ തുടർച്ചയായി ആക്രോശിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ബീച്ച് ബീച്ച് മേ ഹവാമേ ऐसे हाथ घुमाता मानो हाथ में कूड़ा हो. ഇടയ്ക്കിടെ കൈയിൽ ചാട്ടവാറുള്ളതുപോലെ അയാൾ വായുവിൽ കൈകൾ വീശുന്നുണ്ടായിരുന്നു. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ജാത്തി തബ് ഉസ്കാ ചെഹ്റ ക്രോധ് സെ വികൃത് ഹോ ഉട്ടാ. അയാളുടെ ദേഷ്യം കൂടുമ്പോൾ മുഖം ദേഷ്യം കൊണ്ട് വികൃതമായി മാറും. मैंने अपने आप को कभी इतना असहाय अनुभव नहीं किया था. लाचार हम उसकी धौन सहते रहे. ഇത്രത്തോളം നിസ്സഹായനായി എനിക്ക് മുമ്പ് തോന്നിയിട്ടില്ല. ഗതികേടുകൊണ്ട് ഞങ്ങൾ അയാളുടെ ഭീഷണി സഹിച്ചുകൊണ്ടിരുന്നു. पास पड़ोस में कई घर थे. हमारी सहायता के लिए क्यों कोई आ नहीं रहा? പരിസരത്ത് പല വീടുകളും ഉണ്ടായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ എന്തുകൊണ്ടാണ് ആരും വരാതിരുന്നത്? ക്യാ കോയി സമജ്താ നഹീ കി ഹമാരേ സാത്ത് ക്യാ ഹോ രഹാ ഹെ? ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് ആരും മനസ്സിലാക്കുന്നില്ലേ? ऐसा लगता था मानो ये रात कभी खत्म ही नहीं होगी. ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ലാന്ന് തോന്നിപ്പോയി. तभी उसका ध्यान कोने में रखे हमारे सामान की ओर गया. इसमें क्या है? मुझे इसकी तलाशी लेनी होगी. അപ്പോഴാണ് മൂലയിൽ വെച്ചിരുന്ന ഞങ്ങളുടെ സാധനങ്ങളിലേക്ക് അയാളുടെ ശ്രദ്ധ പോയത്. ഇതിലെന്താണ്? എനിക്കിത് പരിശോധിക്കണം. मुझे चिंता हुई. उसमें सब्जी काटने का चाकू भी था. कहीं वो उसके हाथ लग गया तो? എനിക്ക് പേടിയായി. അതിൽ പച്ചക്കറി മുറിക്കുന്ന കത്തിയും ഉണ്ടായിരുന്നു. അത് അയാളുടെ കയ്യിൽ കിട്ടിയാലോ? മേരെ ഭീതർ ഭയക്ക് ഏക് ഹിലോർ സി ഉഠി. എന്റെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു തിരമാല തന്നെ ഉയർന്നു. ഉസ്നെ ഹമാരാ പെട്ടു ഖോല. ഏക് ഏക് ചീസ് നിക്കാൽക്കർ ഫേങ്ക്നെ ലഗ. അയാൾ ഞങ്ങളുടെ ബാഗ് തുറന്നു. ഓരോ സാധനങ്ങളായി പുറത്തെടുത്ത് എറിയാൻ തുടങ്ങി. മൈം ദം സാധേ ഉസ്കി ഹൽക്കത്തിവിഠി കോ ദേഖ്താ രഹാ. ഞാൻ ശ്വാസമടക്കി പിടിച്ച് അയാളുടെ ഓരോ നീക്കവും നോക്കി നിന്നു. डेटॉल की शीशी फर्श पर दे मारी. एक एक चीज निकालकर फेंक दी. यहाँ तक कि चाकू भी फेंक दिया. डेटॉल കുപ്പി തറയിലേക്ക് എറിഞ്ഞു. ഓരോ സാധനങ്ങളായി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. കത്തി പോലും എറിഞ്ഞു. अंत में 2-3 किताबें निकाली. किताबें उसने खोलकर देखें. फिर ज्यों की त्यों वापस रख दी. അവസാനം 2-3 പുസ്തകങ്ങളെടുത്തു. പുസ്തകങ്ങൾ തുറന്നു നോക്കിയ ശേഷം അവ പഴയപടി തന്നെ തിരികെ വെച്ചു. ഹമാരി ഓർ മുഡ്കർ ഛോട്ടു സെ ബോല, വാട്ട് ഈസ് യുവർ നെയിം? ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് ഛോട്ടുവിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഛോട്ടുവിനെ സഹംതെ ഹുവെ കഹാ, മുझे അംഗ്രേസി നഹി ആതി. ഛോട്ടു പേടിയോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. മുജ്സെ പൂച്ച, തും ക്യാ കർത്തേ ഹോ? എന്നോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? മൈനെ കഹാ, മൈം ശിക്ഷക് ഥാ, ബച്ചോങ്കോ പഠാതാ ഥാ, അബ് റിട്ടയർ ഹോ ഗയാ ഹൂം. ഞാൻ പറഞ്ഞു, ഞാൻ അധ്യാപകനായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു, ഇപ്പോൾ വിരമിച്ചു. മേരി ആവാസ് സ്ഥിർ ഥി, ലേക്കിൻ അന്തർ ഹി അന്തർ മേ ഡരാ ഹുവാ ഥാ. എന്റെ ശബ്ദം പതറുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഭയപ്പെട്ടിരുന്നു. വഹ് ചുപ് രഹാ, മാനോ കहीं ഖോ ഗയാ ഹോ, മാനോ കുച്ച് യാദ് കർ രഹാ ഹോ. അയാൾ മിണ്ടാതിരുന്നു, എവിടെയോ മനം മറന്നുപോയതുപോലെ, എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതുപോലെ. മാനോ ഉസ്കെ ഭീതർ കുച്ച് ആലോഡിത് ഹോ രഹാ ഹോ. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളോ ചിന്തകളോ ഇളകിമറിയുന്നതുപോലെ തോന്നി. കുച്ച് ക്ഷൺ തക് മുझे ഏക് ടക് ദേഖ്തേ രഹ്നെ കെ ബാദ് ബോല, അച്ഛാ സോ ജാവോ. കുറച്ചുനേരം എന്നെ തന്നെ ഉറ്റുനോക്കി നിന്ന ശേഷം അയാൾ പറഞ്ഞു, ശരി, ഉറങ്ങിക്കോളൂ. മേ സിർ സെ ലേക്കർ പേർ തക് ഓട്ട്കർ സോ ഗയാ. സോച്ചാ ഷായദ് അബ് വഹ് ചലാ ജായേ. ഞാൻ തലമുതൽ പാദം വരെ പുതച്ചു മൂടിക്കിടന്നു. അയാൾ ഇപ്പോൾ പോകുമെന്ന് ഞാൻ കരുതി. तभी एक विचित्र घटना घटी. अचानक उसने मेरे पैर दबाने शुरू कर दिए. അപ്പോഴാണൊരു വിചിത്രമായ സംഭവം നടന്നത്. പെട്ടെന്ന് അയാൾ എന്റെ കാലുകൾ തടവാൻ തുടങ്ങി. उसके मजबूत हाथों का स्पर्श अनुभव करते ही मैं कांप सा गया. അയാളുടെ കരുത്തുറ്റ കൈകളുടെ സ്പർശനം അനുഭവിച്ചപ്പോൾ ഞാൻ വിറച്ചുപോയി. एक एक करके दोनों पैर खूब अच्छी तरह से दबाए. उसमें बड़ी ताकत थी. ഓരോന്നായി 2 കാലുകളും നന്നായി തടവി. അതിനു വലിയ ശക്തിയുണ്ടായിരുന്നു. ഫിർ ഹാത്ത് ദബായേ, ഹാഥോं की एक एक ഉംഗ്ലി ദബായി. പിന്നീട് കൈകൾ തടവി, ഓരോ വിരലുകളും അമർത്തി. ഹർ ഘടി ചിന്ത ബനി രഹി കി കहीं कोई ഉംഗ്ലി ചട്കാ ന ദേ.
ഏതെങ്കിലും വിരൽ ഒടിച്ചുകളയുമോ എന്ന പേടിയായിരുന്നു ഓരോ നിമിഷവും. इसके बाद उसने मेरी मुट्ठी खोली, उसमें कुछ रखा, മുഠ്ഠി ബന്ദ് കി और चला गया. ഇതിനുശേഷം അയാൾ എന്റെ കൈപ്പത്തി തുറന്ന് അതിലെന്തോ വെച്ചു, എന്നിട്ട് കൈമടക്കി പിടിച്ച് അയാൾ അവിടെ നിന്ന് പോയി. उसके जाते ही छोटू ने दरवाज़ा अंदर से बंद करके उस पर ताला लगा दिया. हमने राहत की सांस ली. അയാൾ പോയ ഉടനെ ചോട്ടു വാതിലകത്തു നിന്നും പൂട്ടി. ഞങ്ങൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. लेकिन नींद नहीं आई. मैं जागता पड़ा रहा और सोचता रहा कि उसमें एकाएक बदलाव क्यों कराया. പക്ഷി എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഉണർന്നു കിടന്നുകൊണ്ട് ചിന്തിച്ചു, അയാളിൽ പെട്ടെന്നിങ്ങനെയൊരു മാറ്റം വരാൻ കാരണമെന്തായിരിക്കും? വോ ഉദണ്ഡ് സേ വിനമ്ര കേസേ ബൻ ഗയാ. ധിക്കാരിയായിരുന്ന അയാൾ എങ്ങനെയാണ് ഇത്ര വിനീതനായി മാറിയത്? മുഠ്ഠി ഖോൽക്കർ ദേഖാ തോ ഉസ്മേ 20 പൈസേ കാ സിക്ക ഥാ. കൈപ്പത്തി തുറന്നു നോക്കിയപ്പോൾ അതിൽ 20 പൈസയുടെ ഒരു നാണയമായിരുന്നു ഉണ്ടായിരുന്നത്. धीरे धीरे गुत्थी सुलझने लगी. किताबों को उसने फेंका नहीं था. किताबें देखकर अनजाने ही उसके मन में यह बात आई होगी कि ये शायद लिखने पढ़ने वाले आदमी हैं, शायद ഗുരു है. സാവധാനം ആ രഹസ്യത്തിന്റെ ചുരുളഴിയാൻ തുടങ്ങി. അയാൾ പുസ്തകങ്ങൾ എറിഞ്ഞുകളഞ്ഞിരുന്നില്ല. പുസ്തകങ്ങൾ കണ്ടപ്പോൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സിൽ തോന്നിയിരിക്കാം, ഇവർ എഴുത്തും വായനയും അറിയുന്നവരാണെന്നും ഒരുപക്ഷേ അധ്യാപകരായിരിക്കുമെന്നും. उस विक्षिप्त अवस्था में भी उसके अवचेतन में ये संस्कार दबा पड़ा था कि गुरु का तो आदर करना चाहिए. ആ ഭ്രാന്തമായ അവസ്ഥയിൽ പോലും അയാളുടെ ഉപബോധ മനസ്സിൽ ഗുരുവിനെ ആദരിക്കണം എന്ന സംസ്കാരം ആഴ്ന്നു കിടപ്പുണ്ടായിരുന്നു. और ये मालूम होने पर कि मैं शिक्षक हूँ, उसका व्यवहार एकाएक बदल गया. ഞാനൊരു അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ പെരുമാറ്റം പെട്ടെന്ന് മാറിമറിഞ്ഞു. उसकी विक्षिप्तावस्था पर उसके संस्कारों ने बढ़त पा ली थी. അയാളുടെ ഭ്രാന്തമായ അവസ്ഥയേക്കാൾ ഉപരി അയാളിലെ സംസ്കാരങ്ങൾ, മൂല്യങ്ങൾ വിജയിച്ചു. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. मेरे शहर में मेरा भी कई बार सम्मान हो चुका है. അധ്യാപക ദിനത്തിൽ രാജ്യത്തുടനീളം എണ്ണമറ്റ അധ്യാപകർ ആദരിക്കപ്പെടാറുണ്ട്. എന്റെ നഗരത്തിൽ വച്ച് ഞാനും പലതവണ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. लेकिन उस रात को भय और आतंक के साये में ही सही मुझे जो सम्मान मिला वह अपूर्व था. പക്ഷേ ആ രാത്രിയിൽ ഭയത്തിന്റെയും ആശങ്കയുടെയും നിഴലിൽ വച്ച് എനിക്ക് ലഭിച്ച ആ ആദരവ് സമാനതകളില്ലാത്തതായിരുന്നു. मैंने कभी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. इसके बाद मुझे कच्ची सी नींद पड़ गई. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് ഇത്തരത്തിലായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതിനുശേഷം ഞാൻ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. सबेरा हुआ. बिखरे सामान को फिर से पिट्टू में जमाते हुए छोटू ने कहा, उसने हमारी कानी कौड़ी तक नहीं ली. പ്രഭാതമായി. ചിതറിക്കിടന്ന സാധനങ്ങൾ വീണ്ടും ബാഗിൽ അടുക്കി വെക്കുന്നതിനിടയിൽ ഛോട്ടു പറഞ്ഞു, അയാൾ നമ്മുടെ ഒരു ചില്ലി കാശുപോലും എടുത്തില്ല. दरवाज़ा खोलकर हम बाहर आए. पड़ोस के युवक से कहा, रात को एक पागल ने हमें बहुत परेशान किया. घंटे 1.5 घंटे तक हमें डराता धमकाता रहा. वह हमें पीट भी सकता था. വാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അയൽപ്പക്കത്തെ യുവാവിനോട് പറഞ്ഞു, രാത്രിയിൽ ഒരു ഭ്രാന്തൻ ഞങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. 1.5 മണിക്കൂർ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അയാൾ ഞങ്ങളെ അടിക്കുമായിരുന്നു പോലും. वे मेरे पिता हैं. पागलपन का दौरा पड़ता है तभी ऐसी हरकतें करते हैं, पर किसी को मारते नहीं. वैसे वे यहाँ नहीं रहते, मंडीदीप में मेरे भाई के पास रहते हैं. कल रात को ही आए हैं. അദ്ദേഹം എന്റെ പിതാവാണ്. ഭ്രാന്തിന്റെ അസ്വാസ്ഥ്യമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആരെയും ഉപദ്രവിക്കില്ല. സാധാരണ അദ്ദേഹം ഇവിടെയല്ല താമസം, മണ്ടിദ്വീപിൽ എന്റെ സഹോദരന്റെ കൂടെയാണ്. ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹം വന്നത്. ഹമാരി മദദ് കെ ലിയേ തും ആയേ ക്യോ നഹീ? ഞങ്ങളെ സഹായിക്കാൻ നീ എന്തുകൊണ്ട് വന്നില്ല? मैं खेत पर सोया था. सोयाबीन कट रहा है. अभी आया हूं. आपके यहाँ से आने के बाद वे चबूतरे चले गए. अभी वही हैं. ഞാൻ പാടത്തായിരുന്നു. സോയാബീൻ കൊയ്ത്ത് നടക്കുകയാണ്. ഇപ്പോഴാണ് വന്നത്.
നിങ്ങൾ ഇവിടെ നിന്നിറങ്ങിയ ശേഷം അദ്ദേഹം തറയിലേക്ക് ചബൂത്തര പോയിട്ടുണ്ട്. ഇപ്പോഴും അവിടെയുണ്ട്. हमारा रास्ता चबूतरे से होकर जाता था। हम वहां से निकले तो वो वहां खड़ा मिला। हमने उसकी ओर ध्यान नहीं दिया। ഞങ്ങളുടെ വഴി ആ തറയ്ക്കടുത്തുകൂടിയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചതേയില്ല. तभी नीचे उतरकर घुटनों के बल झुककर उसने मेरे पांव छुए। गुरुदेव, बहुत शर्मिंदा हूं, क्या करता, दौरा जो पड़ा था। അപ്പോൾ താഴെ ഇറങ്ങി മുട്ടുകുത്തി നിന്ന് അദ്ദേഹം എന്റെ പാദങ്ങളിൽ സ്പർശിച്ചു, അതായത് നമസ്കരിച്ചു. ഗുരുദേവ്, ഞാൻ അങ്ങേയറ്റം ലജ്ജിതനാണ്. എന്തു ചെയ്യാനാണ്, എനിക്ക് അസ്വാസ്ഥ്യം വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഉസ്കെ ചെഹരെ പർ പച്താവാ ഥാ, ആംഖും മേ ആൻസു. അദ്ദേഹത്തിന്റെ മുഖത്ത് പശ്ചാത്താപമായിരുന്നു, കണ്ണുകളിൽ കണ്ണുനീരും. मैंने कहा, भाई तुम नहीं जानते कि तुमने गुरुओं का कितना मान बढ़ाया है, किसी एक गुरु का नहीं, तमाम गुरुओं का. ഞാൻ പറഞ്ഞു, സഹോദര, നീ അധ്യാപകരുടെ അന്തസ്സ് എത്രത്തോളമാണ് വർദ്ധിപ്പിച്ചതെന്ന് നിനക്കറിയില്ല. ഏതെങ്കിലും ഒരു അധ്യാപകന്റെ അല്ല, ലോകത്തുള്ള മുഴുവൻ അധ്യാപകരുടെയും. ഇസ്കെ സാഥ് ഹി ഹം ആഗെ ബഡലിയേ, ഓർ ഹാ, വോ സിക്ക ആജ് ഭി മേരെ പാസ് ഹെ. അതോടൊപ്പം ഞങ്ങൾ മുന്നോട്ടു നടന്നു. പിന്നെ ഒരു കാര്യം കൂടി, ആ നാണയം, അതായത് 20 പൈസ, ഇന്നും എന്റെ കൈവശമുണ്ട്. കുട്ടികളെ, ഇതോടെ നമ്മുടെ പാഠം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. നന്ദി.